ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഞാനൊന്ന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കൊരു പ്ലോട്ടിൽ ഇപ്പൊ ഒരു വീട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത് എന്നതിനെ കുറിച്ച് കേട്ട് പോകും. അപ്പൊ ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോകാം. കാര്യം എല്ലാ ടൈപ്പ് ആൾക്കാരും ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതുണ്ട്, അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് തുടക്കം തൊട്ട് തുടങ്ങാം. എന്റെ ഒരു ഉദ്ദേശം ഇതാണ്, നമുക്കിന്ന് ഒരു പ്ലോട്ടിനകത്ത് ഒരു ബിൽഡിംഗ് നിൽപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് കമ്പ്യൂട്ടറിനകത്തേക്ക് കയറ്റണം. ഇപ്പൊ കെ സ്മാർട്ട് ഒക്കെ വന്നപ്പോൾ ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് വിഷയങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ എങ്ങനെയാണ് ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഞങ്ങളുടെ ഓഫീസ് ചെയ്യുന്നതെന്നും നമുക്ക്. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു പ്ലോട്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ടേപ്പ് വേണം. അപ്പൊ നമ്മളൊരു ടേപ്പ് എടുക്കുന്നു. അപ്പൊ ഈ ടേപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതിന്റെ എൻഡിലെ സീറോയാണ്. അപ്പൊ നമുക്കിവിടെ ഇതിലെ സീറോ എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇതിൽ പലപ്പോഴും ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്ന് വല്ലതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒട്ടിച്ചൊക്കെ വെച്ച് ഇവരെടുക്കാറുണ്ട്. അപ്പൊ ആ തരത്തിൽ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു ടേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇതിന്റെ സീറോ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് ഞങ്ങളൊക്കെ ചെയ്യാറ് ഈ 20 എന്ന് പറയുന്നതിൽ മടക്കിയിട്ട് ഇപ്പുറത്ത് വരുമ്പോൾ 40 വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ എവിടെയെങ്കിലും എറർ പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു അളവ് നിങ്ങൾ മെഷർ ചെയ്ത് ചെക്ക് വരുത്തണം. ഇത് ഈ അളവെന്ന് ഈ കറുത്ത ഇത് ഒട്ടിച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഓക്കെ. പിന്നെ ചില ടേപ്പുകളിൽ ഇത് 0 അല്ലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു 20 ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മെഷർമെന്റ് സ്റ്റാർട്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് ഇതിന്റെ എൻഡ് ആണ് 0. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റൂൾ. സെക്കൻഡ്, നമ്മൾ സൈഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബൗണ്ടറി ഒക്കെ കാണും. അപ്പൊ ആ ബൗണ്ടറിയുടെ റഫ് സ്കെച്ച് നമ്മൾ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത റൂളായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിന്റെ റഫ് സ്കെച്ച് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ടേപ്പ് എടുക്കുന്നു, സീറോ ഒക്കെ ചെക്ക് ചെയ്യുന്നു. ഒരു ബൗണ്ടറി സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ ബൗണ്ടറി സ്റ്റോൺ രണ്ട് പ്ലോട്ടുകളെ തമ്മിൽ വേർതിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിന്റെ സെന്ററിൽ നിന്നായിരിക്കും മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ ഇത് ആരുടെ കോമ്പൗണ്ട് വാൾ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഇപ്പൊ ഈ പ്രൊജക്ഷൻ വന്നേക്കുന്നതാണ് അവരുടെ കോമ്പൗണ്ട് വാൾ ആയിട്ടാണ് സാധാരണ കാണാറ്. അപ്പൊ ഇവരുടെ കോമ്പൗണ്ട് വാൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ പ്ലോട്ടാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് മെഷർ ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് ഇത്രയുമാണ് സാധാരണ ജനറൽ ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിങ്ങനെ മെഷർമെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ വാളൂടെ ഉൾപ്പെടെ നമുക്ക് എടുക്കാം. അടുത്തതെന്ന് പറയുന്നത് നമുക്കൊരു പ്ലോട്ട് തന്നെ നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ ആ പ്ലോട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ പ്ലോട്ട് നമുക്ക് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിന്റെ 4 സൈഡും നമുക്ക് മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പണ്ട് കാലത്തെ ഉള്ളൊരു മെത്തേഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ ഒരു പ്ലോട്ട് ആണെങ്കിൽ ആ പ്ലോട്ടിന്റെ 4 സൈഡും, അതായത് റെക്ടാങ്കിൾ ആയി കണക്കാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് കോമൺ ആയിട്ട് പണ്ട് കാലത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു പ്ലോട്ട് ആണെങ്കിൽ ഈ ഒരു പ്ലോട്ടിന്റെ 4 സൈഡിലെ മെഷർമെന്റുകൾ എടുക്കുക. അപ്പൊ ഇവിടെ ഇതിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നു, അടുത്തത് ഇങ്ങനെ മെഷർമെന്റ് എടുക്കുന്നു, അതിനുശേഷം ഇതിന്റെ 4 സൈഡിലെ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കായി എന്നുള്ളതാണ് പഴയ കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത്. അതായത് ഞാനൊക്കെ വർക്ക് തുടങ്ങുന്ന 93 കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ അധികം മെഷർമെന്റ് എടുത്തത്. പക്ഷെ ഇന്നിപ്പോ കെ സ്മാർട്ട് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും മെഷർമെന്റ് എടുത്താൽ ഇത് കറക്റ്റ് ആകത്തില്ല. കാരണം ഇത് കമ്പ്യൂട്ടർ ആയിരിക്കും ഇതിന്റെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അളവുകൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്തു കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഈ അളവ് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു പ്ലോട്ട് ആണെങ്കിൽ ഈ പ്ലോട്ടിന്റെ 4 സൈഡിലെയും മെഷർമെന്റ് നമ്മൾ ആദ്യം എടുക്കുന്നു. അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നീളവും വീതിയൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു പ്ലോട്ട് ആണെങ്കിൽ ഈ പ്ലോട്ടിന്റെ ഈ സൈഡ് മെഷർ ചെയ്യുന്നു, അടുത്ത് ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് മെഷർ ചെയ്യുന്നു, അതിനുശേഷം ഇങ്ങനെ മെഷർ ചെയ്ത് അടുത്ത് ഇപ്പുറത്തൂടെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കഴിയും. പക്ഷെ ഇത് ഡയഗണൽ എടുക്കണം എന്നുള്ളൊരു റൂളുണ്ട്. കാരണം ഇതിന്റെ ആംഗിൾ കറക്റ്റ് ആയിരിക്കണം. നമുക്കിപ്പോ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിന്റെ എല്ലാ കോർണറുകളും 90 ഡിഗ്രി ആയിരിക്കണമെന്നില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ പെടുന്നത്. കാരണം നമ്മളിത് കമ്പ്യൂട്ടറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് ഇവിടെ നിന്ന് മെഷർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്ലാൻ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തിൽ വരയ്ക്കുമ്പോൾ അതിനകത്തിരിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പെടും. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? അപ്പൊ അതിനൊരു മെത്തേഡാണ് നമ്മൾ ഇന്നിപ്പോ പഠിക്കുന്നത്. അതായത് ഒരു പ്ലോട്ട് ഉണ്ട്, ഈ പ്ലോട്ടിന്റെ 4 വശത്തും അവർ മെഷർ ചെയ്തു. അങ്ങനെ മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ അളവുകൾ
അപ്പൊ ഇതാണ് നമുക്കുള്ളൊരു പ്ലോട്ട്. ഈ പ്ലോട്ടിന്റെ മെഷർമെന്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ 15.57, അടുത്ത സൈഡിൽ 15.13, അടുത്ത 11.20, അടുത്ത 15.30. അപ്പൊ ഈ സൈഡിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ 4 സൈഡും മെഷർ ചെയ്യും. അപ്പൊ ഇനി നമുക്ക് സാധാരണ കേസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു ഡയഗണൽ മെഷർമെന്റ് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഡയഗണൽ മെഷർമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതായിരുന്നു നമ്മൾ കോമൺ ആയിട്ട് ഇന്നിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഡയഗണൽ മെഷർമെന്റ് എടുക്കാൻ പറ്റത്തില്ല. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡയഗണൽ മെഷർമെന്റ് എടുക്കാൻ പറ്റാതെ വരുന്നെന്ന് പറയാൻ മാർക്കെങ്കിലും? നമുക്ക് 4 സൈഡും എടുക്കാം. ഈ ഡയഗണൽ മെഷർമെന്റ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഏതാണ്? അതിന്റെ ഉള്ളിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ. ഓക്കെ, വെരി ഗുഡ്. ഇതിനകത്ത് നമുക്കൊരു ബിൽഡിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡയഗണൽ എടുക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ആംഗിൾ എത്ര എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആംഗിൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ ബിൽഡിംഗ് ഇരിക്കാതെ വരും. പലപ്പോഴും നമ്മൾ പറ്റുന്നത് നമ്മൾ 4 സൈഡിലെ അളവെടുത്ത് വെക്കും. ഇതിലെ ട്രിപ്പീസിയം മോഡലായിരിക്കും പ്ലോട്ട് ഇരിക്കും. അപ്പൊ നമുക്ക് കാഴ്ചയ്ക്ക് ഇത് എല്ലായ്പ്പോഴും അറിയാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചു കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ബിൽഡിംഗ് കൊണ്ട് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ബിൽഡിംഗ് അതിനകത്ത് നിൽക്കും. ചിലപ്പോൾ സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പിനൊക്കെ കയറി പ്രശ്നം. കാര്യം ആ വീതി കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ആ ലെങ്ത് കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ അതിനെ കിട്ടാതെ. അപ്പൊ ഇങ്ങനെ പല സാഹചര്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു മാർഗത്തെ കുറിച്ചാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് നമുക്കിത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ പ്ലോട്ട് ഉണ്ടല്ലോ, ഈ പ്ലോട്ടിന്റെ 2 സൈഡിലെയും ഒരു കോർണർ എടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിലെ കോർണർ എടുക്കുക. എന്നിട്ട് ആ കോർണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെഷർമെന്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇപ്പോ ഇതാണ് നമ്മുടെ ഒരു പ്ലോട്ടെങ്കിൽ ഈ പ്ലോട്ടിന്റെ ഒരു സൈഡിൽ നിന്നും നമ്മൾ അടുത്ത സൈഡിലേക്ക് ഒരു മെഷർമെന്റ് എടുക്കുന്നു. അത് ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടത്തേക്ക് മെഷർമെന്റ് എടുക്കുന്നത് ഒരു 3 മീറ്റർ ആയിരിക്കും. ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു 3 മീറ്റർ മാർക്ക്. ഇപ്പുറത്തെ കോർണറിലും അതുപോലെ തന്നെ നിങ്ങൾ 3 മീറ്റർ പിടിച്ചുകൊണ്ട് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കാം. അതായത് ഒരു കോർണറിന് 3 മീറ്റർ പിടിച്ച് നമ്മളിവിടെ മാർക്ക്. അടുത്ത കോർണറിനും അതേ കണക്ക് തന്നെ 3 മീറ്റർ പിടിച്ച് അവർ മാർക്ക് ചെയ്യും. അതിനുശേഷം അതിന്റെ ഡയഗണൽ മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആംഗിൾ എത്രയെന്ന് നമുക്ക് കിട്ടും. ഞാൻ ആ പിക്ചറിൽ ഒന്നുകൂടെ കാണിക്കാം. പിക്ചറിൽ ഒന്നുകൂടെ കാണിച്ചിട്ട് നമുക്ക് പിക്ചറിലേക്ക് പോകാം. ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ സിമ്പിളായ കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട സ്ഥലം എവിടെയാണോ ആ സ്ഥലത്ത് നിന്ന് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു കോർണറിൽ നിന്നും അതിന്റെ ഒരു കോർണർ, ഇപ്പൊ ഇതാണ് ഒരു കോർണർ എങ്കിൽ ഈ കോർണറിൽ നിന്ന് അതിന്റെ കോമ്പൗണ്ട് വാളിൽ നിന്നും ഒരു 3 മീറ്റർ എടുത്ത് ഇവിടെ ഒരു വരയിടും. ഇങ്ങനെ ഒരു വരയിട്ട് ഇതിന്റെ കോർണറിൽ നിന്നും 3 മീറ്റർ എടുത്തൊരു വരയിട്ട് എന്നിട്ട് ഈ ആംഗിളുകൾ തമ്മിൽ ഉള്ള മെഷർമെന്റ് എത്രയാണ്? ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു വീടിന്റെ കോർണർ എടുക്കുന്നു. ആ കോർണറിൽ നിന്നും ഇങ്ങോട്ട് ഒരു 3 മീറ്റർ എടുത്ത് ഒരു വരയിടുക. ഇപ്പുറത്തെ കോർണറിൽ നിന്നും ഒരു 3 മീറ്റർ എടുത്ത് വരയിടുക. അതിനുശേഷം ഈ ആംഗിള് നമ്മളൊന്ന് മെഷർ ചെയ്യും. അപ്പൊ ഇവിടെ ഇവർ ചെയ്തേക്കുന്നത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടത് അതായിരുന്നു. ആ വീഡിയോ പ്രകാരം നമുക്കൊന്ന് നോക്കാം. ഇവരിപ്പോ ഇവിടെ ചെയ്തത് ഈ കോർണറിൽ നിന്നും 300 മാറ്റിയിട്ട് ഇവിടെ ഒരു വരയിട്ടു. ഇപ്പുറത്തുനിന്നും അതേ കണക്ക് 300 മാറ്റിയിട്ട് വരയിട്ടു. അതിനുശേഷം ഈ ചരിഞ്ഞ ഡിസ്റ്റൻസ് ഇവർ മെഷർ ചെയ്യുന്നു. അത് മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് 3:37 എന്ന് പറയുന്ന അളവാണ് അവർക്ക് ഇപ്പൊ കിട്ടിയത്. ആ അളവ് അവിടെ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഡിസ്റ്റൻസ് ആയിട്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ഇനി സൈറ്റിൽ വരയ്ക്കുന്നത് നമുക്ക്.
അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിൽ ഇത് എങ്ങനെയായിരിക്കും വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെയായിരിക്കും ഈ വര നമ്മൾ ഇടുന്നത് നമുക്ക്. അത് മറ്റൊന്നുമില്ല, നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇതെടുക്കുന്നു. ഇതിപ്പോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഇതില് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്ലോട്ടിന്റെ ഒരു ലൈൻ വരച്ചു. നമ്മുടെ പ്ലോട്ടിന്റെ ലൈനിന്റെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ആംഗിളും ആയിക്കോട്ടെ, നമുക്ക് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എനിക്കിവിടെ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം എത്രയാണെന്ന്. 11:20. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് 11:20 ഒരു മാർക്ക് കൊടുത്തു. ആദ്യം ഒരു ലൈൻ വരച്ചു, എന്നിട്ട് ആ ലൈനിൽ 11:20 നമ്മുടെ ലൈനായിട്ട് കിട്ടി. അപ്പോൾ 11:20 കട്ട് ചെയ്തു. ഓക്കെ. അതിനുശേഷം നമുക്കറിയാം, ഇതാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഒരു ലൈൻ ആദ്യം നീട്ടി വരച്ചു. അതിന്ന് നമ്മുടെ ഈ പ്ലോട്ടിന്റെ ലെങ്ത് ആയ എത്രയാണോ അത് നമ്മൾ അതിൽ മാറ്റി. ദെൻ അടുത്ത് ഈ പോയിന്റിൽ നിന്നും 3 മീറ്റർ മാറ്റിക്കൊണ്ട് ഒരു പോയിന്റ് കൂടെ നമ്മൾ അടക്കും. ഇതിനുശേഷം നമ്മൾ കോമ്പസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് എടുക്കുക. എന്നിട്ട് ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഇവിടത്തെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അപ്പൊ ഇവിടെ നിന്ന് 3 പിടിച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് വീണ്ടും 3:37 ആണ്. ഈ 3:37 എടുത്തുകൊണ്ട് വീണ്ടും ഒരു ആർക്ക്. അതിനുശേഷം ഈ ആർക്കിൽ കൂടെ കടന്നു പോകത്തക്ക രീതിയിൽ ഒരു ലൈൻ നീട്ടി വരച്ചാൽ അത് ഈ നമ്മുടെ പ്ലോട്ടിലുള്ള ആംഗിൾ എത്രയാണോ, ഈ കോർണറിലെ ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഇവിടെയുള്ള കോർണറിലെ. ഇങ്ങനെ നമുക്ക് ഒരു കോർണറിലെ ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കാം. ഒന്നുകൂടി പറയാം, ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഒരു പ്ലോട്ടിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അതിനകത്തൊരു ബിൽഡിംഗ് നിൽക്കുന്നു. ആ ബിൽഡിംഗ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അളവ് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഈ ആംഗിൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ പഴയ വീഡിയോയിലേക്ക് നമുക്കൊന്നുകൂടെ പോകാം. അവർ ചെയ്തത് ഇത്രയുമാണ്. ആദ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ പോയിന്റിൽ നിന്നും ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ കോർണർ, ഇതാണ് നമ്മുടെ പ്ലോട്ടിന്റെ കോർണർ. ഈ പ്ലോട്ടിന്റെ കോർണറിൽ നിന്നും 3 മീറ്റർ എടുത്തുകൊണ്ട് ഇവിടെ ഒരു വര വരച്ചു. സെയിം ഇത് തന്നെ ഒരു 3 മീറ്റർ എടുത്തുകൊണ്ട് ഇവിടെ ഒരു വര. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഈ ചരിഞ്ഞ ഡിസ്റ്റൻസ് മെഷർ. അപ്പോൾ ഒരു ട്രയാങ്കിൾ അവിടെ പോകുന്നു. ഇങ്ങനെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കോർണർ കറക്റ്റ് ആയിട്ട്. അപ്പൊ ഇവിടുത്തെ ഈ ആംഗിൾ എത്രയാണോ ആ ആംഗിൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾ. ഈ ഒരു മെത്തേഡാണ് നമ്മളൊക്കെ സാധാരണയായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകൂടെ നോക്കാം. ഇവരിപ്പോ ചെയ്തേക്കുന്നത് ആ കോർണറിൽ നിന്നും, ആ പ്ലോട്ടിന്റെ കോർണറിൽ നിന്നും എന്ത് ചെയ്തു, ഈ ഒരു കോർണറിൽ നിന്നും 3 മീറ്റർ മാറിയിട്ട് ഈ പോയിന്റിൽ നിന്നും 3 മീറ്റർ മാറി ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഫസ്റ്റ്. ദെൻ സെക്കൻഡ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിൽ അതേ കണക്ക് ആദ്യത്തെ സൈഡിൽ അവർ മാർക്ക് ചെയ്തു, രണ്ടാമത്തെ സൈഡിലും അവർ അതേ കണക്ക് 3 മീറ്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, അതിന്റെ ഈ സൈഡിലും 3 മീറ്റർ മാർക്ക് ചെയ്യും. അപ്പൊ രണ്ട് സൈഡിലും 3 മീറ്റർ മാർക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഡയഗണൽ ആയിട്ടുള്ള മെഷർമെന്റ് എത്രയെന്ന് അവർ വെരിഫൈ ചെയ്യും. അപ്പൊ ഈ ഡയഗണൽ ആയിട്ടുള്ള മെഷർമെന്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ കോർണറിലെ ആംഗിൾ കിട്ടും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ പറയുക. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ റിപ്പീറ്റ്. യെസ് പറയും. ഓക്കെ ആണോ? ഈ ഒരു സൈഡ് ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ സാറേ? പറയും. അത് നമ്മൾ ഈ 3-4-5 മെത്തേഡ് അല്ലേ ഉപയോഗിക്കുക? 3-4-5 അല്ലേ? അല്ലല്ല, അങ്ങനെ പറ്റില്ല. 3-4-5 മെത്തേഡ് ആയിരിക്കണമെന്നില്ല. കാരണം ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണമെന്നൊന്നുമില്ല. ഈ ആംഗിള് ആയിരിക്കണമെന്നില്ല. നമുക്ക് ആ ആംഗിള് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ 3യുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് അവിടെ 2 കിട്ടുന്നുള്ളത് നിങ്ങൾ ഇവിടെ 2 എടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, 2 എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ആംഗിള് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിൾ ആയില്ലേ? അത് ശരി തന്നെയാണ്. എന്നിട്ട് ഇത് ചെയ്താൽ മതി. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വെറുതെ വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റ് 2 എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിൽ 2 മീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കും. കിട്ടിയല്ലോ, ഒരു പോയിന്റ് മാറി. എന്നിട്ട് ഈ പോയിന്റ് എടുത്തുകൊണ്ട് ഈ ഡയഗണലിന്റെ ആർക്ക് എടുത്തുകൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. ഈ ആർക്ക് വരയ്ക്കാം. നമ്മുടെ പ്ലോട്ടില്
പ്ലോട്ടിലല്ല, നമ്മുടെ പേപ്പറിൽ. പേപ്പറിൽ പേപ്പറിൽ ഈ ഡിസ്റ്റൻസ് നിങ്ങൾ മൂന്നും നമ്മുടെ പേപ്പറിനകത്ത് എഴുതിയെടുക്കുക. ഞാൻ ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന കണക്ക് നിങ്ങൾ പേപ്പറിനകത്ത് എഴുതിയെടുക്കുക. എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പേപ്പറിലോ നമ്മളെ പ്ലോട്ടിൽ വരയ്ക്കണ്ടേ, ഗ്രാഫ് പേപ്പറിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ നിങ്ങൾ ക്യാഡ് ഒരു ലൈൻ ഇങ്ങനെ വെറുതെ നീട്ടി വരയ്ക്കാം. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണ് കൊടുത്തേക്കുന്നത്, ഇവിടെ നിന്ന് ഇത്ര 2 മീറ്റർ അല്ലേ, ആ 2 മീറ്ററിൽ ഒരു ലൈൻ കട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇപ്പൊ 2 മീറ്ററിൽ കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്ററിൽ കട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ 2 മീറ്ററിൽ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്കറിയാം ഇതാണ് ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ഈ ഡിസ്റ്റൻസ് ഇപ്പോ 2.5 ആണെന്ന് വെച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യും, ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് ഒരു 2.5 എടുത്ത് ഒരു ആർക്ക് വരയ്ക്കും. ഇത് 2 മീറ്റർ ആണെങ്കിൽ ഇതും 2 മീറ്ററിൽ വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് തന്നെ വരും ഓട്ടോമാറ്റിക്. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നല്ല ഡിസ്റ്റൻസും നമുക്ക് നല്ല ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2 എന്നുള്ളത് 5 മറ്റോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ എന്ത് ചെയ്യും, ആക്യുറസി കിട്ടും നമ്മൾ ചെയ്യുന്ന വർക്കിന്. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? രണ്ടുപേരും പറഞ്ഞാൽ ഉപകാരമായി. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെയാണ്. ശരി. അപ്പൊ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അടുത്തത്, അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെ വരയ്ക്കുന്നൊന്നുകൂടെ നോക്കാം. വരയ്ക്കുന്നത് എങ്ങനെയെന്നൊന്നും ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയേക്കുന്ന മെഷർമെന്റ് ഞാനിപ്പോ എടുത്തത് സപ്പോസ് 3 മീറ്റർ ആണ്. നിങ്ങൾക്ക് എത്ര എടുക്കാം, 5 മീറ്റർ എടുക്കാം, 4 മീറ്റർ എടുക്കാം, എത്ര വേണോ എടുക്കാം. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകണം നോക്ക്. ഇതിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യുന്നു, ആദ്യം ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് എനിക്ക് അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയെന്ന് അറിയാം. 11-20 ആണെങ്കിൽ 11-20 വരച്ചു. എന്നിട്ട് ഇതിലൊരു പോയിന്റും കട്ട് ചെയ്തു, ഇവിടെ ഒരു പോയിന്റും കട്ട് ചെയ്തു. അപ്പൊ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എനിക്ക് വേണ്ടത് ഈ ആംഗിൾ ആണ്. ഈ ലൈൻ എത്ര ഡിഗ്രി ചരിച്ച് വരയ്ക്കും എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ വെറുതെ അങ്ങ് വരച്ചു പോവുകയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ നമുക്ക് അതിനൊരു മെത്തേഡാണ് ഞാനിപ്പോ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ നേരത്തെ എടുത്തതിൽ 3 മീറ്റർ ആണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് 3 മീറ്റർ മാറ്റി ഒരു പോയിന്റ്. അതിനുശേഷം ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ആർക്ക് വരയ്ക്കുക, 3.37. ഇതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ 3 കൊടുത്തത്, 3. എന്നിട്ട് ഈ പോയിന്റ് കൂടെ കടന്നു പോകത്തക്ക രീതിയിൽ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ നമുക്ക് എന്തായി, നമ്മുടെ പ്ലോട്ടിലെ എത്രയാണോ ആംഗിള്, ആ ആംഗിള് നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ആർക്ക് വരയ്ക്കുമ്പോ അവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ് വരയ്ക്കേണ്ട ആർക്ക്? നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്, ആ രീതിയിൽ. നിങ്ങളുടെ ഇപ്പൊ പറയുകയാണ്, നമ്മൾ പണ്ട് ചെറിയ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാ ട്രയാങ്കിൾ വരയ്ക്കുന്നത്? ആദ്യം എന്ത് ചെയ്യും, നമുക്കിപ്പോ ഇവിടുത്തെ ട്രയാങ്കിളിന്റെ അളവുകൾ എത്രയൊക്കെയാ? 3, 3, 3.7, 37 ആണല്ലോ നമ്മുടെ ട്രയാങ്കിളിന്റെ അളവ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം 3 ഒരു ലൈൻ വരച്ചു, എന്നിട്ട് 3 കട്ട് ചെയ്തു. പിന്നെ അടുത്ത് അപ്പൊ ഈ ഒരു ലൈനായി കണ്ടാ. അടുത്ത് ഈ എങ്ങനെ കിട്ടും, ഇവിടെ നിന്ന് 3 എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കും, ഇവിടെ നിന്ന് 3.7 എടുത്തിട്ട് ആർക്ക് വരയ്ക്കും, 3.35 എടുത്തിട്ട് ആർക്ക് വരയ്ക്കും. അതെത്ര വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കൊടുക്കാം, ഇവിടെ 5 കൊടുക്കാം. രണ്ടും തുല്യമായിരുന്ന എത്ര എളുപ്പമായി 5 കൊടുക്കാം. ഡയഗണലോ എത്ര കൊടുക്കണ്ട്? 5 ആണെങ്കിൽ ഡയഗണൽ മെഷർ ചെയ്യുമ്പോ കിട്ടുന്നതാ. ഡയഗണൽ മെഷർ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഈ പ്ലോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അതായത് കൂട്ടിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ വിരിയും തോറും ഡയഗണൽ കൂടും, ഇതിങ്ങനെ അടുക്കും തോറും ഡയഗണൽ എന്ത് കുറയും. അതായത് ഈ ആംഗിൾ ഇതാണ് ഇപ്പൊ ഇങ്ങനെയാണെന്ന് വെച്ചോളൂ, നിങ്ങളെ പ്ലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് കുറഞ്ഞതുണ്ടാ. ഇനി നിങ്ങളെ പ്ലോട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും ഡയഗണൽ ഡിസ്റ്റൻസ് കൂടൂലേ? ഉദാഹരണമായിട്ട് നിങ്ങളെ പ്ലോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 3 മീറ്റർ എടുത്ത് വരച്ചു, ഇവിടെ നിന്ന് 3 മീറ്റർ എടുത്ത് വരച്ചു കണ്ടോ. എന്നിട്ട് ഈ മെഷർമെന്റ് ചിലപ്പോൾ ഒരു 5 മീറ്റർ ഒക്കെ വരും. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോ എന്ത് ചെയ്യും, ഇത് കണക്ക് ആദ്യത്തെ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കും. പ്ലോട്ടിൽ നമ്മളെ കമ്പ്യൂട്ടർ വരയ്ക്കും. അതിനുശേഷം 3 മീറ്റർ എടുത്ത് കട്ട് ചെയ്യും.
ഇവിടെ നിന്ന് 3 മീറ്റർ എടുത്ത് ഒരു ആർക്ക് വരയ്ക്കും. ഈ പോയിന്റിൽ വെച്ചുകൊണ്ട് 5 മീറ്ററിൽ ആർക്ക് വരയ്ക്കും. അപ്പോൾ ഈ പോയിന്റ് തന്നെ നമുക്ക് ആ ശരി. അപ്പൊ നമുക്ക് ഇത് നോക്കാം, അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബാക്കിയുള്ളതും കൂടെ വേണമല്ലോ, അല്ലെ? ബാക്കിയുള്ള ലൈൻ നമുക്ക് ഈ ആംഗിൾ കറക്റ്റ് ആകണം, ഇത് കറക്റ്റ് ആകണം, ഇതും കറക്റ്റ് ആകണം. എങ്കിൽ നമ്മുടെ പ്ലോട്ട് എന്താവും? കറക്റ്റ് കമ്പ്യൂട്ടറിൽ എന്തുണ്ടോ അത് തന്നെ നമ്മുടെ പ്ലോട്ടിൽ. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യും? മറ്റൊന്നുമില്ല, നിങ്ങളിപ്പോ ചെയ്ത മെത്തേഡുകൾ തന്നെ എല്ലാ മൂലയ്ക്കും അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അവിടെ കോമ്പൗണ്ട് വാൾ ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ കുറ്റി ഉണ്ടല്ലോ, ബൗണ്ടറി സ്റ്റോൺ ഉണ്ടല്ലോ, അതിന്റെ അവിടെ ഒരു കുറ്റി അടിച്ച് നിർത്തുക, ഇവിടെ ഒരു കുറ്റി അടിച്ച് നിർത്തുക, ഇവിടെ ഒരു കുറ്റി അടിച്ച് നിർത്തുക. ഈ കുറ്റികൾ തമ്മിൽ എന്ത് ചെയ്യുക? ഒരു ചരട് വലിച്ച് കെട്ടുക, എന്നിട്ട് ആ ചരടിന്റെ ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യുക, അതിൽ നൂല് കെട്ടുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 മീറ്റർ പിടിച്ചിട്ട് ഒരു നൂല് കെട്ടുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നൂല് കെട്ടുക. ഈ നൂലുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഡയഗണലായിട്ട് മെഷർ ചെയ്ത് നോക്കുക. കഴിഞ്ഞു. ദെൻ നമുക്ക് ഇനി അടുത്തത് ഈ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം, ഈ ആംഗിൾ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ സെയിം കേസ് തന്നെയാണ്. എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ 3 മീറ്റർ അളക്കുക, ഇവിടെ നിന്ന് 3 മീറ്റർ അളക്കുക, പോയിന്റ് മാർക്ക് ചെയ്യുക, ഈ ചരിഞ്ഞ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇതുപോലെ ഈ സൈഡിലും അതേ കണക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത്, ചിലപ്പോൾ 5 ആയിരിക്കും, 4 ആയിരിക്കും, 4 ഇവിടെ 4 എടുക്കുക. ഈ ഡിസ്റ്റൻസും അതേ കണക്ക് എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. ഇവിടെ അതേ കണക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര, എന്നിട്ട് ഇത് മെഷർ ചെയ്യുക. അപ്പൊ 4 മൂലയിൽ നമുക്ക് ഇനി എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. നോക്കിക്കോ. അപ്പൊ ഇവിടെ ഞാൻ എടുത്തപ്പോ ഞാൻ 3 സ്ഥലത്തെ ഡിസ്റ്റൻസ് എടുക്കാം. എല്ലാ സ്ഥലത്തും ഞാൻ 3 കൊടുത്തിരിക്കുന്നത്, ഇവിടെ എല്ലാം 3 എടുത്തത്. എനിക്ക് ഇവിടെ കിട്ടിയപ്പോ 3 10 കിട്ടി. ഇവിടെ ഞാൻ ചരിച്ചളന്നപ്പോ എനിക്ക് 3 20 കിട്ടിയേക്കുന്നത്. ഇവിടെ എനിക്ക് 3 70 കിട്ടി. ഓക്കെ, ഇതാണ് എനിക്ക് കിട്ടിയ അളവുകൾ എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും പ്ലോട്ട് വരും? ആദ്യം എന്ത് ചെയ്തു? 11 20 വേണ്ടിയിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ ആദ്യം ഇങ്ങനെ നീട്ടി ഒരു വെറുതെ വരണം. ദെൻ ഈ ലൈനിൽ 11 20 എവിടെ വരുന്നോ അവിടെ വെച്ച് കട്ട് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് 3 മീറ്റർ എടുത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും 3 മീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരച്ചു. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് 3:37 നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് ഇവിടെ നിന്ന് 3:37 എടുത്തൊരു ആർക്ക് വരും. ദെൻ ഈ ലൈനെ ഇങ്ങനെ നീട്ടി വരും. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 15:33. അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്നും 15:33 എവിടെ വരുന്നോ അവിടെ വെച്ച് ഒരു പോയിന്റ് മാറും. അപ്പോ നമുക്ക് ഈ ആംഗിളും ഈ ഡിസ്റ്റൻസും. അപ്പൊ 15:33 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും എളുപ്പമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ഒരു 3 മീറ്റർ മാറ്റിയിട്ട് ഇതിലൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദെൻ ഈ പോയിന്റിൽ നിന്നും 3 മീറ്റർ എടുത്തോണ്ട് ആർക്ക്, ഇവിടെ നിന്ന് 3:10 എടുത്തോണ്ട് ആർക്ക്. അപ്പൊ നമുക്ക് എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് കൂടെ കടന്നു പോകത്തക്ക രീതി ഞാൻ ഇങ്ങനെ ലൈൻ നീട്ടി വരച്ചിട്ട് അത് 11:57. അതുകൊണ്ട് ഈ ലൈനിൽ ഞാൻ 11:57 വരുന്നിടത്ത് ഒരു പോയിന്റ് മാറും. 11:57 വരത്തക്ക രീതി ഒരു പോയിന്റ് മാറും. ഓക്കെ, ദെൻ അടുത്തത് ഈ പോയിന്റുകളാണ്. അപ്പൊ ഇവിടെ എനിക്കറിയാം, ഇവിടെ ഞാൻ 3 കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് 3 മീറ്റർ മാറ്റി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഈ ഇവിടെ നിന്ന് 3:20 ആർക്ക്, ഇവിടെ നിന്ന് 3:20 ആർക്ക്, എന്നിട്ട് ഈ പോയിന്റിൽ കൂടെ കടന്നു പോകത്തക്ക രീതി ഒരു ലൈൻ ഇങ്ങനെ വരച്ച് ഇതിൽ കൂട്ടിമുട്ടി കഴിയുന്നത് നമ്മുടെ ആംഗിൾ കറക്റ്റായി. ഇത് മെഷർ ചെയ്യണമെന്നില്ല. ഇത് മെഷർ ചെയ്താൽ ഇതും നിങ്ങൾ വരച്ചതെല്ലാം കറക്റ്റാണ്, മെഷറും കറക്റ്റ് ആണെങ്കിൽ ഈ ആംഗിൾ 3:70. ഇങ്ങനെ നമുക്കൊരു പ്ലോട്ടിന്റെ കറക്റ്റ് ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഈ രീതിയിലാണ് ഞങ്ങളൊക്കെ ഒരു പ്ലോട്ടിൽ എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കും. അടുത്ത കേസിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഞാൻ ആ പ്ലോട്ടുകൾ മെഷർ ചെയ്തേക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഈ പ്ലോട്ട് എങ്ങനെയാണ് മെഷർ ചെയ്തേക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ഇതിന്റെ ഈ 2 ആംഗിൾ തയ്യാറാക്കി, 3ാമത്തെ ആംഗിൾ തയ്യാറാക്കി. ഇവിടെ 3ാമത്തെ ആംഗിൾ ഈ സൈഡിൽ നിന്ന് എടുത്തു. ഇത് വന്നപ്പോൾ 4 ആംഗിൾ വരുന്നതാണ്. ഈ 4 ആംഗിൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഡിസ്റ്റൻസിനകത്തൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിലും ഈ പ്ലോട്ടിന്റെ ഏകദേശ ആംഗിൾ കിട്ടും. ഏകദേശമേ കിട്ടുള്ളൂ. കാരണം നിങ്ങൾ ഈ ചരട് കെട്ടുന്നതിന്റെയും അതിന്റെ മറ്റെല്ലാ ആംഗിളും കൂടെ
നോക്കിയിട്ടാണ് ഇതിന്റെ ആക്യുറസി നിശ്ചയിക്കുന്നത്. എന്തായാലും വെറുതെ ഒരു ലൈൻ വരയ്ക്കുന്നതിനേക്കാൾ ആക്യുറേറ്റ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത. അടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 സെന്റ് വസ്തു അല്ലെങ്കിൽ എത്രയെങ്കിലും m² വസ്തു. ഈ വസ്തുവിനെ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയാം. ഇതിന്റെ അകത്തുനിന്ന് ഒരു വസ്തു, ഇത്ര സെന്റ് വസ്തു തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്കൊരു 5 സെന്റ് വസ്തു ഇവിടെ നിന്ന് തിരിച്ചു കൊടുക്കും. നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ നിന്നും 5 സെന്റ് വസ്തു തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അതിന്റെ മെത്തേഡിനെ കുറിച്ച് നമുക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ പ്ലോട്ടായിട്ട്. അപ്പൊ ഇതിലെ പ്ലോട്ടിന്റെ ഏരിയ നമ്മൾ കണ്ടു, 24.71 സെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡയഗണലൊക്കെ എടുത്തിട്ടാണ് ഈ ഏരിയ നമ്മൾ കണ്ടുവച്ചേക്കുന്നത്. ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. ഇനി നമുക്കൊരു പ്ലോട്ടിൽ നമുക്ക് ഒരു റഫ് സ്കെച്ച് വരും. ഇതാണ് നമ്മുടെ റഫ് സ്കെച്ച്. ഇവിടെ ഈ സ്ഥലത്തുനിന്ന് ഇവിടം വരെ എത്തിച്ചിട്ടാണ് ഇവർക്ക് 5 സെന്റ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ, ഈ പ്ലോട്ടിന്റെ എത്രയായിരിക്കും നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഡയമെൻഷൻ എത്ര എന്ന് നമുക്ക് കാണാം. അപ്പൊ അതിനെന്താണ് മാർഗം, നമുക്കൊന്നുകൂടെ നോക്കാം. 5 സെന്റ് വസ്തുവാണ് ഇവർക്ക് വേണ്ടത്. അപ്പൊ ഈ 5 സെന്റ് വസ്തു വേണമെന്നുണ്ടെങ്കിൽ 5 സെന്റ് വസ്തു വേണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്, ഇവർ പറഞ്ഞു എനിക്ക് ഈ സൈഡിലാണ് വേണ്ടത്, ഈ സൈഡില് ഇവിടുന്ന് ഇവിടം വരെയാണ് എനിക്ക് 5 സെന്റ് വസ്തു. അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് കിട്ടി 20 മീറ്റർ എന്ന് ലെങ്ത് അല്ല ബ്രെഡ്ത്ത് ഉണ്ട്. ഈ ലെങ്ത് എത്ര എന്ന് നമുക്ക് അറിയാം. അപ്പൊ ലെങ്ത് അറിയാനായിട്ട് നമുക്ക് എന്താണ് മാർഗം? നമുക്ക് ടോട്ടലായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടത് 5 സെന്റ് വസ്തു. അപ്പൊ 5 സെന്റ് വസ്തു എന്ന് പറയുമ്പോൾ അത് എത്ര m² വരും എന്ന് നമ്മളൊന്ന് കണ്ടുപിടിക്കും. അപ്പൊ 5 സെന്റ് എന്ന് പറയുമ്പോൾ 5 × 40.47 ആണ് നമ്മുടെ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ 5 × 40.47. അപ്പൊ 5 × 40.47 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്റർ ഒക്കെ ഉള്ളവരൊന്ന് കൂടെ ചെയ്തു വരിക. 5 × 40.47 5 × 40.47. അപ്പൊ നമുക്ക് കിട്ടിയത് 202.35. അപ്പൊ 202.35 m² ആണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ ഇതില് നമുക്ക് എത്രയാണ് നമുക്ക് അതിൽ വരുന്നത് നോക്കാം. നമുക്കറിയാം എ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. എ ഈക്വൽ ടു, അതായത് ഏരിയ ഈക്വൽ ടു ആണ് 202.35. അപ്പൊ L × B ആണ് 202.35. അതായത് ഏതോ രണ്ട് സംഖ്യകൾ കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് കിട്ടിയ ഉത്തരമാണ് ഈ 202.35. അങ്ങനെയാണെങ്കിൽ നമ്മൾ L എത്ര, B എത്ര എന്ന് കാണാം. അതിന് നമ്മൾ ചെയ്യേണ്ടത്, L നമുക്ക് കിടപ്പുണ്ട്, L നമുക്ക് കാണണം. ഈ L ആണ് നമ്മൾ കാണേണ്ടത്. B നമുക്കറിയാം 20 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഈ 202.35 B കൊണ്ട് ഹരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ 20 കൊണ്ട് ഹരിക്കും. അപ്പൊ നമുക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ 202.35 ഭാഗം 20 ഈക്വൽ ടു 10.11. അപ്പൊ 10.11 നമ്മൾ കൊടുത്താൽ നമുക്ക് ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ്, ആംഗിളും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഈ പോയിന്റിൽ നിന്നും 10.11 10 മീറ്ററും 11 സെന്റി എടുത്ത് വരയിടുക. ഇവിടെ നിന്ന് 10 മീറ്ററും 11 സെന്റി എടുത്ത് വരയിട്ടാൽ ഇത് ഏകദേശം ഈ പറയുന്ന 5 സെന്റ് ആയി. ഇതാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പൊ ഒന്നുകൂടി പറയാം. നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ 5 സെന്റ് വസ്തു ഇവിടെ നിന്ന് ഇതുവരെ ഈ 2 ഡയറക്ഷനിൽ എത്തിച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. അപ്പൊ ഇതിനെ നമ്മൾ B എന്ന് പറയുന്നു. ഈ L നമ്മൾ കണ്ടുപിടിക്കും.
അപ്പൊ നമുക്ക് L/B എന്ന് പറയുന്നത് 202.3. 202.35 കിട്ടുന്നത് 5 സെന്റ് ആണ് ഇവർ പറഞ്ഞത്. അപ്പൊ 5 സെന്റില് 1 സെന്റ് 40.47 m². അതുകൊണ്ട് 5 സെന്റ് കിട്ടാനായിട്ട് 5 × 40.47. അപ്പൊ നമുക്ക് 202.35 m². അതിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് B. അതായത് A എന്ന് പറയുന്നത് L/B. അതായത് നീളവും വീതിയും കൂടെ ഗുണിക്കുന്നതാണല്ലോ നമ്മുടെ ഇതിന്റെ ഏരിയ, ഈ ഒരു ബോക്സിന്റെ. അപ്പൊ അതില് നമുക്ക് B അറിയാം, L മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ നമുക്ക് L നമുക്ക് കണ്ടുപിടിക്കാം. L കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 10.1 അപ്പൊ ഇതിന്റെ നീളം 10.1. അപ്പൊ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിൽ നിന്നും 10.1 പിടിച്ച് ഇവിടെ ഒരു മാർക്ക് കൊടുക്കും. ഇവിടെ നിന്ന് ഒരു പോയിന്റ് പിടിച്ചിട്ട് 10.1 മാർക്ക്. അപ്പൊ നമുക്കറിയാം ഇത് ഏകദേശം നമുക്ക് കറക്റ്റ് ആയി. പക്ഷെ വീണ്ടും ഒരു പ്രശ്നമുണ്ട്, ഇതിന്റെ ഡയഗണലിലൂടെ എടുത്താൽ മാത്രമേ ഇത് പെർഫെക്റ്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നിന്ന് ഈ ഡയഗണലിലൂടെ എടുക്കും. ഈ ഡയഗണലിൽ എടുക്കുമ്പോൾ ചെറിയതായിട്ട് ഒരു ഏരിയ കുറയാൻ ചിലപ്പോൾ ചാൻസ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു 5 m² ഏരിയ കുറഞ്ഞു. അപ്പൊ ഈ 5 m² കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കൂട്ടിയാലേ ഏരിയ കൃത്യമായിട്ട് വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഇവരോട് തന്നേക്കുന്നത് 20 മീറ്റർ ആണ്. അപ്പൊ ഈ 20 മീറ്ററില് ഇവിടെ നിന്ന് 5 m² വരത്തക്ക രീതിയിൽ ഏരിയ കൂടെ അധികം കൊടുത്താലേ നമുക്കിത് 5 സെന്റ് ആവുകയുള്ളൂ എന്നാണ് നമുക്കിത് മനസ്സിലായത്. അതായത് ഇവിടെ L/B എടുത്തപ്പോൾ ആ ഏരിയ കിട്ടുന്നത്. അപ്പൊ ഈ 5 m² കൂടെ നമുക്ക് കിട്ടണമെങ്കിൽ മറ്റൊന്നുമില്ല, ടോട്ടൽ ഇതും ഒരു ഏരിയയാണ്. അപ്പൊ A = 5 m². അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ്. അപ്പോ 5/20. ഒന്നുകൂടി പറയാം സാറേ. ഒന്നുകൂടി പറയാം, ഒന്ന് തീർന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, 5 m². അപ്പൊ 20 കിട്ടി. അപ്പൊ 5/20. അപ്പൊ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 5/20 എന്ന് പറയുമ്പോൾ 5/20. അപ്പൊ നമുക്ക് 0.25. അപ്പൊ ഈ പോയിന്റിന് ഒരു 0.25ഉം ഇവിടെ നിന്ന് ഒരു 0.25 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൃത്യമായ ഏരിയ ഉണ്ടാകും എന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടെ പറയാം, നോക്കാം. ഇവിടെ നിങ്ങൾ ഇതിന്റെ ഡയഗണൽ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞെടുത്ത് 10.18 എടുത്തു, ഇവിടെ 10.18 എടുത്തു. അപ്പൊ ഏരിയ ആവറേജ് ഏരിയ കറക്റ്റ് ആയി. പക്ഷെ നമ്മൾ ഡയഗണൽ എടുക്കുമ്പോൾ മാത്രമേ ഇത് കറക്റ്റ് ഏരിയ ആവൂ. അങ്ങനെ ഡയഗണൽ എടുത്തപ്പോൾ ലേശം ഏരിയ കുറഞ്ഞു. എത്ര ഏരിയ കുറഞ്ഞു? അതായത് 202.35 m² വരേണ്ട സ്ഥലത്ത് അത്രയും ഏരിയ ഇല്ല, ഒരു 5 m² കുറവാണ്. അപ്പൊ ഇതിന്റെ കൂടെ 5 m² കൂടെ നമ്മൾ അധികം കയറ്റണമല്ലോ. അപ്പൊ ആ 5 m² നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു 5 m² ഏരിയ കൂടെ ഇതിന്റെ കൂടെ കൂട്ടും. അപ്പൊ ഇത് കൂട്ടേണ്ടതിന് ഒരു നിർബന്ധം ഇവര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ വേണം. ഇത് 5 m² ആകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ഇവിടെ എടുക്കേണ്ടത്? ഈ ലെങ്ത് എത്ര? ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ള അളവ്. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇതാണെന്ന് പറയും. എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയും? ഒരാൾ പറയും, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇത് ടോട്ടൽ 5 m² ആണ്. അപ്പൊ എനിക്ക് വേണ്ടത് ഈ ഏരിയ എത്ര, അല്ലെങ്കിൽ ഈ ലെങ്ത് എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? 5 m² കൂട്ടാനായിട്ട് 202.35 എന്ന് പറയുന്നത് 202.40 ആക്കിയപ്പോഴേ. അല്ല, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ആയിരിക്കും. ഡയഗണൽ എടുത്തിട്ട് ഡയഗണൽ മാത്രം മാറ്റിയത് കൊണ്ട് നമുക്ക് ഏരിയ കറക്റ്റ് ആവണം. കാര്യം ഈ ലെങ്ത് മാറണമല്ലോ. അപ്പൊ അതിനേക്കാൾ ഒരു ഈസി മെത്തേഡ് ഇതാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിലൂടെ ഒരു 5 കൂടെ വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? നിങ്ങളിപ്പോ ഒരു അലുവ കട്ട് ചെയ്തു, 500 ഗ്രാം ആവശ്യപ്പെട്ടു. ആളെടുത്തപ്പോ 450 ഗ്രാമേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്യും? ഒരു ചെറിയ പീസ് കൂടെ അതേ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ഉടനെ ചേർത്ത് വയ്ക്കും.
അല്ല അങ്ങനെയല്ലേ ചെയ്യുന്നേ, അതല്ലേ എളുപ്പവും. അപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, അത് പിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ ചെയ്യുന്നത് എന്താണ്, ഈ 5m² ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ 5 എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പൊ 5 ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? 20. എവിടുന്ന് എവിടം വരെ ഉള്ളത്? അതുകൊണ്ട് ഇത് നമ്മൾ ഈ ബിൽഡിംഗ് കൊടുക്കുന്ന സമയത്ത് ഇത് മൊത്തം നീളത്തിൽ കൊടുക്കണമെന്നല്ലേ അവര് പറയുന്നേ. ആ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇത് നോക്കാം, ഇതാണ് എന്റെ ഇതെങ്കിൽ ഇവിടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആദ്യം 5m² ഇത് ആദ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് 5m² വേണം. അപ്പോഴും ഈ നീളത്തിൽ തന്നെ കൊടുക്കണ്ടേ? അതായത് ഒന്നുകൂടെ നോക്ക്, ഇവിടെ നിന്ന് നിങ്ങൾ ഇത്രയും കൊടുത്തു, എടുത്തിട്ട് 10.18 എടുത്ത് ഇവിടെ എടുത്തു, വരച്ചിട്ട് ഇതിന്റെ ഡയഗണലിൽ പിടിച്ചു നോക്കിയപ്പോ നമുക്ക് ഏരിയ കറക്റ്റാണ്. അപ്പൊ കുറച്ച് ഏരിയ കൂടെ കൊടുക്കണ്ടേ? അത് ഇങ്ങനെ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഇതും ഒറ്റ അളവിന് കൊടുക്കണ്ടേ, എങ്കിലല്ലേ ഈ വസ്തു കൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ ഒറ്റ അളവിൽ കൊടുക്കാം? നമുക്ക് ഇവിടെ വേണ്ടത് 5, നമുക്ക് ഈ നീളം അറിയാം എത്ര? 20. അപ്പൊ ഈ 5നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? അപ്പൊ ഇവിടെ എത്ര കൊടുക്കണമെന്ന് കിട്ടും? അതുകൂടെ ഇതിന്റെ കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? കറക്റ്റ് അളവായി. ഇനി നിങ്ങൾ ഡയഗണൽ എടുത്താൽ ഏകദേശം ശരിയായിരിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം, നോക്കൂ, കൺഫ്യൂഷൻ ആകരുതേ നമുക്ക്. ഒന്നുകൂടെ നോക്കാം. നമുക്ക് ഇത്രയും പോർഷൻ ഉണ്ടായിരുന്നു, ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇത് ഇത്രയുമാണ് നീളം. ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ 5 വേണ്ടി കട്ട് ചെയ്തപ്പോൾ ഈ 5 സെന്റ് വരെ കിട്ടി. പക്ഷെ ഞാൻ ഇങ്ങനെ ഡയഗണലിൽ പിടിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൽ ഒരു 5m² കൂടെ കുറവുണ്ട്. അപ്പൊ 5m² കുറവുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കല്ല് ലേശം ബാക്കോട്ട് വരണം, ഇവിടെ ഇരിക്കുന്നതും ബാക്കോട്ട്. അത് എത്ര വരണം? ഇനി നമ്മളെ പടത്തിൽ നോക്ക്, പടത്തിൽ ഇതുവരെ ഉണ്ട്. പക്ഷെ ഒരു 5m² കൂടെ ഇങ്ങോട്ട് കയറ്റി, ഇവിടുന്ന് ഒരു 5m² കൂടെ കയറ്റി നമ്മളിത് റെഡിയാക്കിയാലേ നമുക്ക് എന്ത് കിട്ടൂ? നമ്മുടെ ഏരിയ കിട്ടും. ഓക്കെ, അത് എങ്ങനെ നമുക്ക് തരണം? മറ്റൊന്നുമില്ല, ഇത് നമുക്ക് ഈ ഏരിയ നമുക്കറിയാം 5 ആണെന്ന്. ഇതിന്റെ ലെങ്ത് അറിയാം, ഈ ഒരു ഇത് ബ്രെഡ്ത്ത്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം അറിയാം. അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന അളവ് ആണ് ഈ ഒരു പോർഷനിലും ഒരു കുറ്റി അടിച്ചിട്ട് ഇവിടെ ഒരു കുറ്റി അടിക്കുന്നു, ഇവിടെ ഒരു കുറ്റി അടിച്ച് ഇതിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏരിയയായി? നമ്മുടെ 5 സെന്റ് കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? ആരൊന്നും മിണ്ടുന്നില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരാൾ പറയും എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും കൂടെ പറയും എന്നൂടെ പറയണം. ശരി, ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു പ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനായിട്ട് നമുക്ക്. ഇതാണ് ഒരു മെത്തേഡായിട്ട് നമുക്ക്. ഇനി ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. നേരത്തെ ഇദ്ദേഹം പറഞ്ഞത് കണക്ക് വേറെ ഏതെങ്കിലും ഷേപ്പിലും നമ്മളടുത്ത് പറയാം. ആ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ ഇവിടെയും ഈ 5 എടുത്തതിന് ശേഷം ഒന്നുകൂടി ഡയഗണൽ എടുത്ത് നോക്കണം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടുമോ എന്ന് നോക്കാം. ഇനി ഇതുപോലൊരു പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അപ്പൊ ഇവിടെയും ചെയ്തത് ഇത് തന്നെയാണ്. ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്ലോട്ടാണ്, ഇതൊന്നൊരു 8 സെന്റ് വസ്തു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? 8 ഇൻറ്റു ആദ്യം എടുക്കുന്നത് എന്താണ്? 8 ഇൻറ്റു 40.47. അപ്പൊ നമുക്ക് എത്ര ഏരിയയാണ് നമ്മൾ കൊടുക്കേണ്ടത്? അപ്പൊ നമുക്ക് ഇത്ര ഏരിയ കൊടുക്കും. അപ്പൊ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ 8 ഇൻറ്റു 40.47. 8 ഇൻറ്റു 40.47. അപ്പൊ നമുക്ക് കിട്ടുന്നത് 323.76. 323.76. അപ്പൊ ഈ 327 40.47 323.76 ഒന്ന് നോക്കാം. 8 ഇൻറ്റു 40.47 ഈക്വൽ ടു 323.76. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 323.76 ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ ഫിക്സ് ചെയ്യും. നിങ്ങൾക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ലെങ്ത് ഫിക്സ് ചെയ്യാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ്ത്ത് പ്രിഫർ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പൊ അതിനെന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഞാനിപ്പോ ഈ സൈഡാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ എത്ര കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു 12 മീറ്റർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് 12 മീറ്റർ എടുത്ത് ഫിക്സ് ചെയ്യും. അപ്പൊ എനിക്ക് ഈ ഒരു സൈഡ് ഞാൻ ഫിക്സ് ആക്കി 12. സപ്പോസ് നിങ്ങൾക്ക് 10 ആക്കാം, 8 ആക്കാം. ഇത് ക്ലയന്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു സൈഡ് ഫിക്സ്. ഇനി ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, മറ്റേ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 323.76 ഡിവൈഡഡ് ബൈ 12. അപ്പൊ നമുക്ക് 26.98 കിട്ടുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഈ പോയിന്റിൽ നിന്നും 26.98 എടുത്ത് ഒരു പോയിന്റ് ഇവിടെ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 26.98 ഈ പോയിന്റിൽ നിന്ന് എടുക്കാം, ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് 12 എടുത്ത് നമ്മൾ ഒരു ആർക്ക് വരച്ചാൽ നമുക്ക് ഈ പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, ഒരു റെക്ടാങ്കിൾ പോർഷൻ. അതിനുശേഷം ഇതേ കണക്ക് വീണ്ടും നമ്മളൊരു ഡയഗണൽ മെഷർമെന്റ് എടുക്കുക. അപ്പൊ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു കുറവ്, ഇപ്പോൾ ഒരു 2m² 3m² കൂടുതലുണ്ട്, അല്ലെങ്കിൽ കുറവുണ്ട്, കൂടുതലുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിടുക, കുറവുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഇങ്ങനെ ഒരു മെത്തേഡാണ് നമ്മളൊരു വസ്തു അളക്കുമ്പോൾ നമ്മൾ. ഡയഗണലിൽ എന്താ അങ്ങനെ കുറവ് വരുന്നത്? അത് നമ്മളൊരു ഒരു സാധനം എടുത്തിട്ട് ഒരു ബുക്കിംഗ് എടുത്ത് അപ്പൊ ഇതൊരു ബുക്കാണെങ്കിൽ ഈ ബുക്കിനെ ഞാൻ ഇങ്ങനെ വരച്ചു നീട്ടുമ്പോ ഇതൊരു ട്രിപ്പീസിയം മോഡലിലേക്ക് പോകില്ലേ? അപ്പോഴും ലെങ്തും ബ്രെഡ്ത്തും മാറുമോ? ഇപ്പൊ ഞാനൊരു പടം വരയ്ക്കാം, ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഇതേ സ്ഥാനത്ത് ഇങ്ങനെ വരച്ചാലും ഇത് റെക്ടാങ്കിൾ അല്ലേ? യെസ് ഓർ നോ? നാല് സൈഡും മാറിയോ? ഇല്ല. ഏരിയ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ഇതിന്റെ നിങ്ങൾ ഡയഗണൽ എടുത്താൽ ഈ ഏരിയ കൃത്യമായിരിക്കും, ഏരിയ കുറഞ്ഞു. അതായത് ഇതിന്റെ കോണുകൾ 90 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഏരിയ എടുക്കുന്നത് മറ്റതും കറക്റ്റ് ആവും. ഇതിന്റെ ഈ അൺഈക്വൽ ആയിരിക്കുമല്ലോ. പിന്നെ വസ്തു എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ അലുവ കട്ടി കണക്ക് കിട്ടത്തല്ലല്ലോ. ഒരു സൈഡ് നീളം കൂടുതലായിരിക്കും, ഒരു സൈഡ് നീളം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആംഗിളുകൾ 90 ആയിരിക്കില്ല. 90 അല്ലാതെ വരുമ്പോൾ ഇതുപോലെ ചെറിയ ട്രപ്പീസിയം മോഡൽ ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഏരിയ കുറഞ്ഞാണ്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. മിക്കവാറുള്ള 99% പ്ലോട്ടുകളും നമ്മൾ ഇത് കണക്ക് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ 4 സൈഡ് അളവുകൾ തുല്യമാണെങ്കിൽ പോലും അത് എന്ത് ചെയ്യും, വ്യത്യാസം. ഏരിയ മിക്കവാറും ഡയഗണൽ എടുക്കുമ്പോൾ കുറഞ്ഞിട്ടേ ഉള്ളൂ, കൂടിയ സംഭവങ്ങൾ എനിക്ക് ഇതുവരെ ഉണ്ടായി. കാരണം ഇത് ട്രിപ്പീസിയത്തിലേക്ക് പോകും തോറും, ഇങ്ങനെ റെക്ടാങ്കിൾ ആയിട്ട് ഇരിക്കുന്നതിനെ ഒരു ട്രിപ്പീസിയം മോഡലിലോട്ട് പോകും തോറും അതിന്റെ ഏരിയ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളിന്റെ കോർണർ പിടിച്ച് ഇങ്ങനെ ഞാൻ വലിക്കുന്ന സമയത്ത് ഇത് ഏരിയ കുറഞ്ഞു കുറഞ്ഞു. കാരണം ഇത് ഈ ആംഗിൾ കുറവാണ്. ഈ ആംഗിൾ കുറയുമ്പോൾ ഇവിടുത്തെ ഏരിയ നഷ്ടപ്പെടും. ഓക്കെ ആണോ? ഞാൻ ചോദിച്ചാൽ ക്ലിയർ ആണോ? ക്ലിയർ ആയി സർ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏതൊരു പ്ലോട്ട് അളന്നാലും നമുക്ക് ഈ പറയുന്ന ഇതിന്റെ ഡയഗണൽ എടുത്തിരിക്കണം. അതിന്റെ ഈ ഇത് 4 അതിനകത്ത് വല്ല ബിൽഡിംഗ് നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഞാൻ പറഞ്ഞ 4 എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇതിന്റെ കോണും മെഷർ ചെയ്തേക്കണം. ഇന്നൊരു വസ്തുവിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, 5-10 ലക്ഷം രൂപയ്ക്കാണ് ഒരു സെന്റ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ആവറേജ് മെത്തേഡ് എന്നാ പറയുന്നത്. ഇതിപ്പോ 20ന്റെ സ്ഥാനത്ത് ഇതൊരു 21 ഉണ്ടെന്ന് വെച്ചോളൂ, ഇതൊരു 21, ഇത് 50 മീറ്റർ ഉള്ളത് 45 ഉള്ളത് വെച്ചോളൂ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് L1 + L2/2 × B1 + B2/2. ഈ ഒരു മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയഗണൽ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1/4 സെന്റും 1/2 സെന്റും ഒക്കെ കാണും. കാരണം ഇത് ഇങ്ങനെ ട്രയാങ്കുലർ പോർഷനിലേക്ക് പോകുന്തോറും ഇതിന്റെ ഏരിയ ഇങ്ങനെ കുറഞ്ഞു. 2, നിങ്ങൾ വരയ്ക്കുന്ന ബിൽഡിങ്ങുകളൊന്നും ഇതിനകത്ത് നിൽക്കണമെന്നും യാതൊരു ഗ്യാരണ്ടി. അപ്പൊ ഇത് രണ്ടും കൊണ്ട് നമ്മൾ എപ്പോഴും ഈ പറയുന്ന കാര്യം ചെയ്തിരിക്കണം.
അപ്പൊ ഇന്നിപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഒന്ന് ഒരു ഇറഗുലർ ഷേപ്പിലുള്ള, അതായത് ഒരു പ്ലോട്ടിനെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് നമുക്കൊരു ബിൽഡിംഗ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തെന്ന് പഠിച്ചു. അതിനകത്ത് നമുക്കൊരു 5 സെന്റ് വസ്തു എങ്ങനെ തീർക്കാമെന്ന് പഠിച്ചു. അടുത്ത് 8 സെന്റ് വസ്തു അല്ലാത്ത പ്ലോട്ടിൽ എങ്ങനെ ചെയ്തു കൊടുക്കുകയും. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്കൊരു പ്ലോട്ട് കിട്ടിയാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് എങ്ങനെ മെഷർ ചെയ്ത് കൊടുക്കാമെന്നോ, അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ കിട്ടിയാൽ അതിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണോ എന്നെങ്കിലും നമ്മളൊരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞു. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് ഒരുപാട് കോളേജുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കും. അതിനൊരു പ്രധാന കാരണം നമുക്കൊരു പാരമ്പര്യമായ ഒരു രീതിയുണ്ട്. എന്താണ്, നമ്മൾ പഠിക്കുക, എന്നിട്ട് ബിടെക് കഴിയുക, എന്നിട്ട് നേരെ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ പോയി സോഫ്റ്റ്വെയർ പഠിക്കും. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നത് ആരാ? അവൻ പറയുന്നത് ബിമ്മൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുമോ? പക്ഷെ പഠിപ്പിക്കുന്നവന് 12,000 രൂപ സാലറി കിട്ടും. അപ്പൊ അവർക്ക്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ ജീവിതത്തിൽ വരച്ച് പഠിക്കാൻ ചെയ്യാത്തവനാണ് നിങ്ങളെ ഓട്ടോ കാർഡ് വെച്ചിട്ട് എങ്ങനെയാണ് ലക്ഷങ്ങൾ ഉണ്ടാക്കുക. ജീവിതത്തിൽ ഒരു പ്ലോട്ട് മെഷർ ചെയ്ത് പൈസ വാങ്ങാത്തവനാണ് നിങ്ങളെ ആട്ടോ കാർഡിൽ ഒരു പ്ലോട്ട് വരയ്ക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായി ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഇത്രയും അറിയപ്പെടും. ഒരു പ്ലോട്ട് ഇപ്പോൾ എനിക്കറിയാം, ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് ബിടെക് ഉണ്ട്, എംടെക് ഉണ്ട്, പക്ഷെ ഒരു പ്ലോട്ട് മെഷർ ചെയ്യാൻ അറിയില്ല, ഒരു പ്ലാൻ വരച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞാൽ അറിയില്ല. നമ്മുടെ സർക്കാർ പറയുന്നത് എന്താ, നിങ്ങളെ ബിടെക് പഠിച്ചിറങ്ങിയ കേരളത്തിലെ എത്രയും വലിയ കെട്ടിടം ചെയ്യാം. പക്ഷെ അതിന് 3 കാര്യങ്ങൾ അറിയണം. ഒന്ന്, കെ സ്മാർട്ട് എന്ന് പറയുന്നതിലൂടെ പ്ലാൻ അപ്ലോഡ് ചെയ്യാൻ അറിയണം. സർക്കാർ തന്നേക്കുന്ന ലൈസൻസ്, സൂപ്പർവിഷൻ ലൈസൻസ്, ആ ബിൽഡിങ്ങിനെ സൂപ്പർവിഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അധികാരമുണ്ട്. അതിന് കംപ്ലീഷൻ കൊടുക്കാൻ അധികാരം, അതിന് എസ്റ്റിമേഷൻ കൊടുക്കാൻ അധികാരം. അപ്പൊ നിയമങ്ങളെല്ലാം നമുക്ക് അനുകൂലം. പക്ഷെ ഇതറിയാവുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ കുഴപ്പം, നിങ്ങളെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പറ്റിക്കുകയാണ്. എന്താ, കുറെ സോഫ്റ്റ്വെയർ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാമായി, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പഠിച്ചാൽ എല്ലാമായി. മറിച്ച് നമുക്ക് തന്നേക്കുന്ന ലൈസൻസ് ഒരു ബിൽഡിങ്ങിന്റെ A to Z ചെയ്യാനാണ്. പല ആൾക്കാരും പറയാം, നിങ്ങൾ എസ്റ്റിമേറ്റ് പഠിക്കാം, ചിലർ 3D പഠിക്കാം, ഇന്റീരിയർ പഠിക്കാം. പക്ഷെ ഇതൊന്നും അല്ല ഒരു എഞ്ചിനീയർ എന്നുള്ള നമുക്ക് ലൈസൻസ് തന്നേക്കുന്ന അതിന്റെ A to Z കാര്യങ്ങൾ ചെയ്യാൻ, അതും ലൈഫ് ടൈം ചെയ്യാം. ഇന്നറിയാം, നിങ്ങൾക്ക് സെൽഫ് പെർമിറ്റ് എന്നുണ്ട്. നിങ്ങളൊരു ആപ്ലിക്കേഷൻ അവിടെ കൊടുത്താൽ മതി, പെർമിറ്റ് ആയി. അപ്പൊ അത്രയ്ക്ക് അധികാരങ്ങൾ നമുക്ക്, ഡിപ്ലോമ ആയാലും IT ആയാലും ബിടെക് ആയാലും പല പല അധികാരങ്ങൾ ആവശ്യം പോലെ വായിച്ചു. അതിന് ഏക ഇത് വേണ്ടത് എന്ത് മാത്രമാണ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രം. LSTD അപ്പോഴേ ലൈഫ്. പക്ഷെ നിങ്ങൾക്ക് ആകെ ഉള്ള കുഴപ്പം ഇതായിരുന്നു, ഞങ്ങളെപ്പോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിങ്ങൾ പഠിക്കുകയോ അതിന് ട്രെയിനിങ് എടുക്കുകയോ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങളിത് പഠിച്ചു, ഇനി സൈറ്റിൽ വന്നിട്ട് ഇത് 2-3 ബിൽഡിങ്ങിന് കുറ്റിയടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ലൈഫ് ടൈം നിങ്ങളുടെ ഒരു അസറ്റായി. കാരണം ഇതൊന്നും വലിയ ജോലികളല്ല. എന്നാൽ ഇതൊക്കെ ചെയ്തു കൊടുത്താൽ ഒരു 5 സെന്റ് ഒക്കെ വസ്തു വളർന്നു കൊടുത്തെന്ന് 2,000-5,000 രൂപയൊക്കെ വാങ്ങുന്ന കാലഘട്ടം, അത്രയൊക്കെ പൈസ. പക്ഷെ നിങ്ങൾക്കിത് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്, ഈ ക്ലാസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് 10 ദിവസം എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ പഠിക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, കുറച്ച് കുടുംബങ്ങൾക്കെങ്കിലും ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ സ്വന്തം ഒരു പ്ലോട്ട് മെഷർ ചെയ്ത് കൊടുക്കാനും ഒരു പ്ലാൻ വരച്ചു കൊടുക്കാനും അറിഞ്ഞിരിക്കും. അങ്ങനെ ഇപ്പൊ ഒരു ഡോക്ടർ ഹലോ സർ. പറഞ്ഞത്, സർ, നമ്മൾ ഈ എഞ്ചിനീയർ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് കിട്ടുമല്ലോ. ആ. അപ്പം അതിന് ശേഷം അറിയേണ്ട കാര്യങ്ങൾ, നമ്മളിപ്പോ അത് ഒരു അപ്രൂവ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതെന്തെങ്കിലും അതിനെ ഈ കുറിച്ചാണ് ക്ലാസ്സില് എഞ്ചിനീയറിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ കേൾക്കും ഒരുപാട് അധികാരമാണ്. അതിലെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ലൈസൻസ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്കൊരു പ്ലോട്ട് മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് ആ പ്ലോട്ടിന്റെ സൈറ്റ് മെഷർമെന്റും ഡോക്യുമെന്റ്സും അനുസരിച്ച് ഈ ഡ്രോയിങ് കറക്റ്റ് ആണ് എന്നാണ് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നമ്മളൊരു പ്ലാൻ വരച്ചു കൊടുത്തതിന് ശേഷം അതിന് നമുക്ക് സർട്ടിഫിക്കേഷൻ പാർട്ട്, ആ സർട്ടിഫിക്കേഷൻ പാർട്ടിൽ നമ്മൾ എഴുതി വെക്കണം ഈ ബിൽഡിങ്ങിന്റെ സൈറ്റ്
ഞാൻ ഡോക്യുമെന്റ്സിന്റെ പ്രകാരം വെരിഫൈ ചെയ്തപ്പോൾ സൈറ്റിലതും ഡോക്യുമെന്റ്സിലും കറക്റ്റ് ആണ് എന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്യും. അത് സർട്ടിഫൈ ചെയ്യണമെന്നാണ് ആദ്യത്തെ പാർട്ട്. അതിലെങ്ങാനും തെറ്റുപറ്റിയാൽ പണിയായി. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് തന്നെ അതിനാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്ലോട്ട് മെഷർ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു 5 സെന്റ് പ്ലോട്ടാണ് അതെങ്ങനെ തിരിച്ചിട്ടാം. ഇവിടെ തൊട്ടാണല്ലോ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു ബിൽഡിംഗ് കെട്ടണമെങ്കിൽ എന്ത് വേണം? പ്ലോട്ട് വേണം. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ബാക്കി പാർട്ടുകളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്ന് പഠിച്ചു. ഒരു പ്ലോട്ട് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ലൈസൻസിന്റെ ആദ്യത്തെ ഉത്തരം. അവൻ അത് സർട്ടിഫൈ ചെയ്യേണ്ടതും അതാണ്. ഇനി ആ പ്ലോട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പ്യൂട്ടറിൽ കയറ്റി നമുക്ക് കേരള ബിൽഡിംഗ് കോഡ് അനുസരിച്ച് പ്ലാൻ വരും. അത് രണ്ടാമത്തെ. അപ്പൊ മറ്റന്നാൾ ബുധനാഴ്ച നിങ്ങൾക്ക് കേരള ബിൽഡിംഗ് റൂൾസിന്റെ ഒരു ക്ലാസ് ഉണ്ടാവും. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് എങ്ങനെയായിരിക്കും ചെയ്യും. അതൊരു എന്നെ പോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആ ക്ലാസ് വളരെ ഉപയോഗപ്രദമാക്കും. ബിൽഡിംഗ് റൂളിനെ കുറിച്ചും മറ്റതിനെ കുറിച്ചും ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ് ചോദിക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. മറ്റത് പിന്നീട് നമുക്ക് കാര്യം എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇത് പല ടൈപ്പ് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ലക്ഷ്മി എന്താ ലക്ഷ്മി കൈ ഉയർത്തിയേക്കുന്നു? വെറുതെ അറിയാതെ ചെയ്താണോ? ശരി, ഓക്കെ. ക്ലിയർ ആണോ? ചോദിച്ച ആൾക്ക് സംശയം ക്ലിയർ ആണോ? മറുപടി പറയൂ. ഓക്കെ, നമുക്ക് ടൈം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കൃത്യ ടൈമിന് തന്നെ ഞാൻ കൃത്യ ടൈമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് 8 മണി എന്നുള്ളത് അടുത്ത ദിവസം തൊട്ട് നമുക്ക് 8:30 മാറ്റാം. കുറച്ച് പേർക്കൊക്കെ അസൂര്യമുണ്ട്, നോമ്പ് സമയമൊക്കെയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞൊക്കെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ തൊട്ട് ക്ലാസ് 8:30 അപ്പോൾ കൃത്യം 8:30 തന്നെ ഒരാളാണെങ്കിൽ ഞാൻ ക്ലാസ് സ്റ്റാർട്ട്. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ നിങ്ങളുടെ ലൈസൻസ് ഇതിന് എല്ലാവരുടെയും ഇത് എടുത്തിട്ടുണ്ട്, അറ്റൻഡൻസ് എടുത്തിട്ടുണ്ട്. പക്ഷെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ആപ്പിളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇതിൽ പലതും കാണിക്കുന്നത്. എല്ലാവരും പേര് കറക്റ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടും എടുത്തു വെക്കണം. എന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പറയുകയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ടൈമിലെ ഒരു സ്ക്രീൻഷോട്ട് എല്ലാവരും എടുത്തു വെച്ചേക്കും. അങ്ങനെ എല്ലാ അറ്റൻഡൻസും ഉള്ളവർക്ക് മാത്രമേ ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഒരു പരീക്ഷ ഉണ്ടാവും. അത് എഴുതി പാസ്സാകുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് പഠിക്കാം. അത് വേറെ 1 രൂപയുടെയും എക്സ്പെൻസ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഒരു പ്ലോട്ട് എങ്ങനെ മെഷർ ചെയ്യാമെന്നും ഒരു പ്ലാൻ എങ്ങനെ വരയ്ക്കാമെന്നും നമുക്ക് അതിലൂടെ പഠിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? നാളെ തൊട്ട് ഗൂഗിൾ ഫോം ഉണ്ടാവും. അതുകൂടെ പൂരിപ്പിക്കുന്നവർക്ക് മാത്രമേ ഇന്നിപ്പോ എല്ലാവർക്കും ഇടുന്നില്ല. ഇന്നിപ്പോ നിങ്ങൾ ഇതിന്റെ അറ്റൻഡൻസിന്റെ കോപ്പി എടുത്ത് വയ്ക്കുക. നാളെ തൊട്ട് എല്ലാവരും കൃത്യ ടൈമിന് എത്തണം. അത് ഏത് ടൈമിലായിരിക്കും ഗൂഗിൾ ഫോം ഇടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഗൂഗിൾ ഫോം പൂരിപ്പിച്ചിട്ട് അതിന്റെ കോപ്പി എടുത്ത് വെക്കുക. കാര്യം പലപ്പോഴും സർട്ടിഫിക്കറ്റിന് ഇവിടെ ഓഫീസിലൊക്കെ തകരാറുകൾ സംഭവിക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ടായി. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെക്കുക. 2, നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഗൂഗിൾ ഫോം ഇടും. ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു. എന്തെങ്കിലും കാരണവശാൽ അന്ന് നിങ്ങൾ അറ്റൻഡൻസ് ഷീറ്റ് നിങ്ങൾ പറയണം, ഞാൻ പറയാം അവിടെ ഓഫീസിൽ നിന്ന് പറയണം ഇന്ന ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ 2 രേഖയും കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്. കാര്യം ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ആ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. താങ്ക് യു. സാറേ ഹലോ പറഞ്ഞു. സാറേ സ്ക്രീൻ ഷെയർ ചെയ്യണ ഫ്രണ്ട് പേജ് എടുത്താൽ മതിയോ? നിങ്ങളുടെ പേര് വരുന്നത്, നിങ്ങളുടെ പേര് അതിനെന്താണോ കാണിക്കുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. പ്രിന്റ് സ്ക്രീൻ അറിയാലോ
അല്ല ആ മൊബൈലിൽ കഴിയുന്നവർക്ക് മൊബൈലിൽ നിന്ന് എടുക്കാൻ അറിയാമായിരിക്കുമല്ലോ. ആ ഓക്കെ, അതെടുത്ത് വെക്കുക. രണ്ട്, ഇന്നിപ്പോ ഗൂഗിൾ ഫോം ഇല്ല, നാളെ തൊട്ട് ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ചിട്ട് അയക്കുന്ന സമയത്ത് ചിലർക്ക് പോകില്ലായിരിക്കാം, പക്ഷെ ഇവിടെ അത് കൗണ്ട് ചെയ്യില്ല. അവസാനം സർട്ടിഫിക്കറ്റ് കിട്ടാൻ നേരത്തെ ഇഷ്യൂ ആവും. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോം അയച്ചിട്ട് ആ ടൈം വെച്ചിട്ട് ഒരു ഇതെടുത്തിട്ടുണ്ടാകും, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടാവും. അത് ഓഫീസിൽ ചോദിച്ചാൽ കാണിക്കുന്നവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ്, ഇല്ലാത്തവർക്ക് കിട്ടത്തില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ലല്ലോ. ഹലോ ഓക്കെ, സാർ, ആ പറഞ്ഞോ നമ്മള് പറഞ്ഞോ. എടുക്ക് സ്ക്രീൻഷോട്ട്. മാതൃണ്ടോ പ്രസന്റ് ഇടണ്ടോ? പ്രസന്റ് ഒന്നും ഇടണ്ട, സ്ക്രീൻഷോട്ട് അറിയാതെ നെറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ എങ്ങനെ? മൊബൈൽ വെച്ചിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കും. നിങ്ങൾ അറ്റൻഡ് ചെയ്തതായിട്ട് ഒരു ഫോട്ടോ എടുത്ത് വെക്കും. ശരി, അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചത്? ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ ചോദിച്ചോ. ചോദിച്ചോളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ചോളൂ. എന്റെ നമ്പർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ തന്നേക്കാം. എന്റെ നമ്പർ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറഞ്ഞു. ആർക്കെങ്കിലും എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ വിളിക്കാം. 98, ഞാൻ നമ്പർ എഴുതിയിടാം, 9846664642. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് എന്റെ നമ്പർ, 9846664642. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെയോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കുക. ഞാൻ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്കിതായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അറിയിച്ച ഇന്നത്തെ ദിവസത്തേക്ക് ഞാനിത് പരിഗണിക്കാം. നാളത്തെ ക്ലാസ് തൊട്ട് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ആരുടെടുത്തെങ്കിലും ചോദിച്ചിട്ട് വന്നിരിക്കും. അതിരാ ആ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോ എല്ലാവർക്കും സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇത് ഇപ്പൊ ആരെങ്കിലും എന്നെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ആദ്യമേ വിളിച്ച് പറയുകയോ ചെയ്താൽ അവർക്കൂടെ അറ്റൻഡൻസ് കൊടുത്തേക്കും. നാളെ തൊട്ട്, അല്ല ഞാൻ പറഞ്ഞത്, ഇന്നിപ്പോ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഇത് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നവരെ ഒരു എക്സ്ക്യൂസ് കൊടുത്തോ, അവർക്ക് അറ്റൻഡൻസ് കൊടുത്തോ. പക്ഷെ നാളെ തൊട്ട് എന്ത് ചെയ്യണം, അത് എടുത്തു വെച്ചിരിക്കും, അത് കമ്പൽസറി. ഓക്കെ, ശരി, എന്നായിരിക്കും. ഞാൻ നിർത്തിയാണ്. താങ്ക് യു.